ഇനി കർണാടകയിലേക്കാണ്. അവിടെ മന്ത്രിസഭാ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ചേരും. വിധാൻസൗധയിൽ ചേരുന്ന യോഗത്തിൽ സിദ്ധരാമയ്യ, DK ശിവകുമാർ, സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറി രൺദീപ് സിംഗ് സുർജേവാല ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. നിയുക്ത മുഖ്യമന്ത്രി DK ശിവകുമാറിന്റെ സത്യപ്രതിജ്ഞ ജൂൺ 3-ാം തീയതി ഉണ്ടാകും എന്നാണ് സൂചന. സജു ചാമക്കാലയിൽ ചേരുന്നുണ്ട് ബംഗളൂരുവിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. സജു, നിലവിൽ കോൺഗ്രസിലെ പ്രതിസന്ധി അത് പൂർണ്ണമായും ഒഴിവായിട്ടുണ്ടോ? ഇപ്പോഴും തർക്കങ്ങളുണ്ടോ സിദ്ധരാമയ്യ ശിവകുമാർ പക്ഷങ്ങൾക്ക്? എന്താണ് നമുക്ക് ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ? ഈ മകനെ മന്ത്രിയാക്കണമെന്നടക്കമുള്ള വിഷയങ്ങളിൽ കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? അമൃത, ആ വിഷയങ്ങളൊക്കെയും പരിഹരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രധാനമായിട്ടും ഇന്നലെ വൈകിട്ടോടു കൂടി സിദ്ധരാമയ്യ അദ്ദേഹം കന്നഡത്തിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട്. DK ശിവകുമാർ ഉൾപ്പെടെയുള്ള മറ്റു നേതാക്കൾ ഇന്ന് ഉച്ചയോടുകൂടി എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. വൈകിട്ട് 4 മണിക്ക് വിധാൻസൗധയിലാണ് പാർലമെന്ററി പാർട്ടി യോഗം ചേരുക. പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പ്രത്യേകിച്ച് പ്രമുഖ നേതാക്കളടക്കം ഇന്നിപ്പോൾ എത്തുന്നുണ്ട്. എന്തായാലും ജൂൺ 3-നായിരിക്കും സത്യപ്രതിജ്ഞ എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും സിദ്ധരാമയ്യ ദേശീയ നേതൃത്വത്തോട് ആവശ്യപ്പെട്ട മകനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്ന ഒപ്പം തന്നെ പ്രധാനപ്പെട്ട അതായത് അദ്ദേഹം നിർദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും അംഗീകരിക്കണമെന്നുള്ള ആ കാര്യങ്ങളൊക്കെയും അംഗീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും അദ്ദേഹം രാജ്യസഭയിലേക്ക് പോകത്തില്ല എന്നുള്ള കാര്യം അദ്ദേഹം നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. അദ്ദേഹത്തിന് സംസ്ഥാനം തുടരണം. ആ കാര്യത്തിലടക്കം ഇനിയിപ്പോൾ ചർച്ച വേണ്ടി വരുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ സിദ്ധരാമയ്യ അംഗീകരിച്ചിട്ടുണ്ട്. എന്തായാലും ജൂൺ 3-നായിരിക്കും പുതിയ DK ശിവകുമാർ സർക്കാർ അധികാരമേൽക്കുക എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.